റോമൻ റെയിൻസിന്റെ അടുത്ത ശത്രു ആരാണ് എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. ഈ കഴിഞ്ഞ റോ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ന്യൂ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യനായിട്ടുണ്ടായിരുന്ന റോമൻ ആയിരുന്നു. റോമൻ ബാക്ക് സ്റ്റേജിൽ നിന്നപ്പോൾ ഉസോസിനെ അവിടെ കണ്ടു. ഉസോസിനോട് കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ ഉസോസും റോമന്റെ പഴയ മ്യൂസിക്കുമായിരുന്നു അവിടെ കേട്ടിട്ടുണ്ടായിരുന്നത്. റിങ്ങിലേക്ക് എത്തിയ എല്ലാവരോടും അക്നോളജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇവരുടെ കൂടെ വന്ന് ബിസിനസ് ചെയ്യുന്നത് ഞാൻ മിസ് ചെയ്തു എന്ന് പറയുകയുണ്ടായി. ഞങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്, അതായത് ഉസോസും റോമനും സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെ വളരെയധികം വീക്കായിട്ട് എല്ലാവർക്കും തോന്നുന്നത്. ഞങ്ങൾ വീക്കായി നിൽക്കുന്ന ഈ സമയത്താണ് സിഎം പങ്കിനെ പോലെയുള്ള ആളുകളെല്ലാം തന്നെ വന്ന് ഞങ്ങളുടെ ഫാമിലിയെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത്. തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് റോമൻ റെയിൻസ് അവിടെ നിന്നും ഇതാണ് ഞങ്ങളുടെ പവർ എന്നുള്ളത് പറയുകയുണ്ടായി. ആർക്കും തന്നെ ഞങ്ങളെ തൊടാൻ കഴിയില്ല എന്നുള്ളതും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ ബ്ലഡ് ലൈൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് 4 വർഷക്കാലം ഈ ബിസിനസ്സിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും റോമൻ റെയിൻസ് അവിടെ പറയുകയുണ്ടായി. എൻ്റെ അടിമകളായിട്ട് നിൽക്കാനല്ല, എൻ്റെ കൂടെ എൻ്റെ ചോരയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എന്നുള്ളത് ഉസോസിനോട് റോമൻ പറഞ്ഞു. അപ്പോൾ തന്നെ ജിമ്മി ഉസോ മൈക്ക് എടുത്തുകൊണ്ട് നീ തന്നെയാണ് ഞങ്ങളുടെ ട്രൈബൽ ചീഫ്, നമ്മുടെ ബ്ലഡ് ലൈൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഏത് ടീമും, അങ്ങനെ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് റോമൻ റെയിൻസിന്റെ പോലെ വിരൽ ചൂണ്ടി നിൽക്കുന്ന സമയത്തായിരുന്നു ആ വ്യക്തി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്, ജേക്കബ് ഫാറ്റു. റോമൻ ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് നീ എന്നെ അക്നോളജ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നാണ്. അപ്പോൾ ജേക്കബ് ഫാറ്റു അതിനല്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ റോമൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ വന്നിട്ടുള്ളത് ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ്. ജേക്കബ് ഫാറ്റു അത് സമ്മതിച്ചു. ഫാറ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ട്രൈബൽ ചീഫ് ആവുകയല്ല വേണ്ടത്, എനിക്ക് നിനക്ക് കിട്ടിയിട്ടുള്ള ഈ എല്ലാവിധ സുഖ സൗകര്യങ്ങളും വേണം, നിനക്ക് കിട്ടിയിട്ടുള്ള ബിസിനസ് ഡീലുകൾ വേണം, പ്രൈവറ്റ് ജെറ്റുകൾ വേണം, റോളക്സ് വാച്ചുകൾ വേണം, കാറുകൾ വേണം, വലിയ വലിയ വീടുകൾ വേണം, എൻ്റെ കുട്ടികൾക്ക് നല്ല സ്കൂളുകൾ വേണം. ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി എന്തും ചെയ്യും, അതിന് നിന്നെ തോൽപ്പിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്തിരിക്കും. റോമൻ അപ്പോൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഈ ടൈറ്റിൽ കൊണ്ട് വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമോ? നിനക്ക് ഞാൻ ഒരാഴ്ച സമയം തരാം, ആ ഒരാഴ്ച നീ ആലോചിച്ചിട്ട് അടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് റോമനും ഉസോസും അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയുണ്ടായി. അവിടെയായിരുന്നു ആ ഒരു ഷോ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. മിക്കവാറും ബാക്ക്ലാഷിൽ റോമൻ റെയിൻസ് വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള മത്സരമായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്.